ഭൂമിയിൽ എല്ലായിടവും കൂടാനിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇരിപ്പും നടപ്പും നമ്മുടെ കിടപ്പും നമ്മുടെ സംസാരവും ബൈബിൾ പറയുന്നത് നമ്മുടെ അതിൽ ഒരു വാക്ക് പോലും നീ അറിയാതെ എന്റെ നാവിന്മേലില്ല. കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, നിങ്ങളുടെ തലയിലെ ഓരോ മുടിയും എണ്ണപ്പെട്ടിരിക്കുന്നു, കൗണ്ടഡ് ആണ്. ഇന്ന് രാത്രിയിൽ സകലം അറിയുന്ന സർവജ്ഞാനിയാകുന്ന മഹാദൈവത്തിന്റെ തീഷ്ണതയുള്ള കണ്ണിൽ മുൻപാകെ കൃപ ലഭിച്ചവരായ ദൈവമക്കൾ ഈ വിശുദ്ധ സഭായോഗത്തിൽ സകലവും മറന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനിടയാകട്ടെ. കർത്താവിന്റെ ആത്മാവ് ശക്തമായി ഇടപെടുകയാണ്. അവൻ നിങ്ങളെ അധികത്തിൽ വിചാരകന്മാരാക്കിയ ഒരു പ്രൊമോഷൻ കിട്ടുമെന്ന് പറയുമ്പോ നമ്മുടെ മനസ്സിലൊക്കെ വലിയ സന്തോഷം ഉണ്ടാകാറില്ല. ജോലിയിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ നല്ല മാർക്കോടെ പാസ്സായെന്ന് കേൾക്കുമ്പോൾ അമ്മയപ്പന്മാർക്ക് സന്തോഷം ഉണ്ടാകാറില്ലേ? നമ്മുടെ കുടുംബാംഗങ്ങളിൽ ചിലർ അനുഗ്രഹിക്കപ്പെടുന്നു എന്ന് കാണുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാകാറില്ലേ? അതുപോലെ കർത്താവിൽ നിന്ന് ഒരു വാഗ്ദത്തം ലഭിച്ചിരിക്കുകയാണ്. അധികത്തിൽ വിചാരകരാക്കി അധികം ഫലം കഴിക്കേണ്ടതിന് ചിലതിനെ ദൈവം ഇന്ന് രാത്രികാലം വേർതിരിച്ചിരിക്കുകയാണ്. പരിശുദ്ധാത്മാവിന്റെ ശക്തമായ നിയോഗം സഭയിൽ, കുടുംബങ്ങളിൽ, വ്യക്തികളിൽ, തലമുറകളിൽ, കുഞ്ഞുങ്ങളിലൊക്കെ വെളിപ്പെട്ടു വരുമെന്ന് ദൈവത്തിന്റെ ശബ്ദം രാത്രിയിൽ നമ്മെ അറിയിക്കുകയാണ്. അത് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളം സന്തോഷിക്കട്ടെ. ഈ സങ്കീർത്തനം വളരെ ചെറിയൊരു സങ്കീർത്തനമാണ്. 9 വാക്യങ്ങൾ മാത്രമേ ഉള്ളൂ. അതിലെ ചില ചിന്തകൾ പെട്ടെന്ന് ഈ 9 വാക്യങ്ങളിൽ 7-8 കാര്യങ്ങൾ ഓടിച്ച് പറയാൻ കഴിയും. ഒന്നാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, യഹോവയ്ക്ക് പുതിയ ഒരു പാട്ട്. ഭക്തന്മാരുടെ സഭയിൽ എന്ത് ചെയ്യണം? പുതിയൊരു പാട്ട് പാടണം. സ്തുതിയോടുകൂടെ ഒരു പാട്ട്. അത് എങ്ങനെയുള്ളതായിരിക്കണം? പഴയത് കൊണ്ട് വരരുത്. ആത്മാവിന്റെ പഴക്കത്തിലല്ല, അക്ഷരത്തിന്റെ പഴക്കത്തിലല്ല, മനസ്സിന്റെ പഴക്കത്തിലല്ല. ഇതെങ്ങനെ വേണം? ആത്മാവിന്റെ പുതുക്കത്തിൽ തന്നെ, ജീവന്റെ പുതുക്കത്തിൽ നടക്കണമെന്ന് റോമാലേഖനത്തിൽ നമ്മൾ വായിച്ചല്ലോ. സ്നാനം നടന്നുകൊണ്ടിരിപ്പോൾ നമ്മൾ വായിച്ചു കേട്ടതാണ്. ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് ദൈവം നമ്മെ വേർതിരിച്ചിരിക്കുകയാണ്. ഇന്ന് രാത്രി ദൈവാത്മാവ് പറയുന്നു, ചിലരെങ്കിലും മാനസികമായി ആ പഴയ തുരുത്തിയെ ഉപേക്ഷിക്കണം. ഒരു പുതുക്കമുള്ള മനസ്സും ഹൃദയമായി ദൈവത്തിന്റെ ആലയത്തിൽ വന്ന് പുത്തൻ അനുഭവങ്ങളെ പ്രാപിക്കണം. പുതിയ പാട്ട് പാടുവാൻ, അഭിഷേകത്തെ പുതുക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? I want to be renewed in the spirit of the Lord and sing a new song unto the Lord, not the old one. Praise the Lord. അത് കരപിടിച്ചു പോയിട്ടുണ്ടെങ്കിൽ, അത് പഴകിപ്പോയെങ്കിൽ ആത്മാവിൽ പുതുക്കത്തോടെ പാടുവാൻ ഈ വിശുദ്ധ സഭായോഗത്തെ ജീവനുള്ള ദേശത്ത് സ്വർഗം നമുക്ക് കരുതി തന്നിരിക്കുകയാണ്. എത്രയോ പേർ സമാധാനമില്ലാതെ, സ്വസ്ഥതയില്ലാതെ നിരാശരായ ലോകത്തിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ, അനേകർ മൃത്യുവിന്റെ ആണികളായി പോയപ്പോൾ, അനേകർ ആശുപത്രിയിൽ അഭയം പ്രാപിച്ചപ്പോൾ, ഈ സന്ധിയിൽ ദൈവത്തെ നിന്റെ ആരോഗ്യത്തിലൂടെ കൊണ്ടുവന്നത് നിന്നെ ഒന്ന് പുതുക്കത്തിലേക്ക് നടത്തുവാൻ വേണ്ടിയാണ്. ഒത്തിരി കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. വിശുദ്ധന്മാരുടെ സഭയിൽ എന്ന് പറയുമ്പോൾ കൂട്ടായ്മയിൽ നമുക്ക് ശക്തിപ്പെടാൻ കഴിയണം. കൂടാതെ സിയോന്റെ മക്കൾ തങ്ങളുടെ രാജാവിൽ ആനന്ദിക്കട്ടെ, ഇസ്രായേൽ തന്നെ ഉണ്ടാക്കിയവരിൽ സന്തോഷിക്കട്ടെ. ഞാനിവിടെ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ഒന്നൊന്നായി പറയാം. ഒന്നാമത്, ഈ സംഗീതത്തിൽ നമ്മൾ പറയുന്നത് ആത്മാവിന്റെ പുതുക്കം നമ്മൾ പ്രാപിക്കണം. രണ്ടാമതായി പറയുന്നത്, കൂട്ടായ്മയിൽ നാം ശക്തിപ്പെടണം. വിശുദ്ധന്മാരെ സഭയിൽ ദൈവമാകുന്ന സൃഷ്ടാവിനെ നമ്മൾ മഹത്വപ്പെടുത്തണം. കൂടാതെ സൃഷ്ടാവ് ദൈവമായ ദൈവത്തിന്റെ കൽപ്പനകൾ അത് പാലിച്ച് ജീവിപ്പാൻ നാം പരിശീലിക്കണം. നമ്മുടെ ശരീരങ്ങളെ ട്രെയിൻ ചെയ്യണം. എബ്രായലേഖനത്തിലെ ചില വാക്യങ്ങളൊക്കെ എന്റെ മനസ്സിൽ വരുന്നുണ്ട്, ഞാനത് പറയുന്നില്ല, സമയത്തിന്റെ പരിമിതി കൊണ്ട്. നാലാമതായി പറയുന്നു, ആരാധിക്കുന്ന വിഷയത്തിൽ
ഞാനും നിങ്ങളും അവയെ പരിമിതി വെക്കരുത്. വിട്ടുകൊടുത്ത് ആരാധിപ്പാനിടയാകണം. അവൻ കോട്ടക്കൊത്തളങ്ങളെ തകർക്കുന്ന ദൈവ സാന്നിധ്യം ഇറങ്ങി വരുമ്പോൾ നാം വിചാരിക്കുന്നതും നിലയ്ക്കുന്നതിലും അത്യന്തപരമായ ദൈവപ്രവൃത്തി നമുക്ക് അകത്തും പുറത്തും അനുഭവിച്ചറിയണമെങ്കിൽ, അത് വിടുതലായി വ്യാപരിക്കണമെങ്കിൽ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിപ്പാൻ തങ്ങളെ തന്നെ ശരീരങ്ങളെ വിട്ടുകൊടുക്കണമെന്ന് ആത്മാവ് നമ്മെ ഉപദേശിക്കുകയാണ്. അഞ്ചാമതായി പറയുന്നത്, സംഗീതത്തിൽ പറയുന്നു, താഴ്മയുള്ളവരായിരിക്കണം. താഴ്മയുള്ളവർക്ക് ദൈവത്തിന്റെ പ്രസാദം ലഭിക്കുന്നു എന്ന് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ആമേൻ. ആറാമതായി തേജസ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. തേജസ് പ്രാപിപ്പാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ വിളിച്ചിരിക്കുക. തേജസ്സിന്റെ തേജസ്, കൃപമേൽ കൃപ, ബലത്തിന്റെ മേൽ ബലം, ശക്തിയുടെ മേൽ ശക്തി പ്രാപിപ്പാനിടയാകണം. കൂടാതെ ഹല്ലേലൂയ, ഈ സംഗീതത്തിന് ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, നാം സ്വയത്തിൽ പ്രശംസിക്കുന്നവരാകരുത്. സ്വയം പ്രശംസ പാടില്ല. പ്രൈസ് ദി ലോർഡ്. എത്രാമത്തേതായി പറയുന്നു, ആമേൻ, അവരുടെ കയ്യിൽ നിന്നുണ്ട്, പ്രൈസ് ദി ലോർഡ്, ഇരുവാഴ്ചയിലുള്ള വാചനം കൊണ്ട്, പ്രൈസ് ദി ലോർഡ്, ആമേൻ, പ്രലോഭനങ്ങളെയും ശത്രുവിനെയും ജയിപ്പാനുള്ള പരിശീലനം ട്രെയിൻഡ് ആയിരിക്കണം ഓരോ ദൈവമക്കളും. കർത്താവ് നമ്മെ അതിനായി ഒരുക്കട്ടെ, ശക്തീകരിക്കട്ടെ.